ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെയും മനസ്സിലേക്ക് ഭീതിയും ആശങ്കയും പ്രകോപനവും ഉണ്ടാക്കിക്കൊണ്ട് പാകിസ്ഥാൻ തീവ്രവാദികൾ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയിട്ട് ഒരാഴ്ചയോളം പിന്നിടുമ്പോൾ അതിശക്തമായ തിരിച്ചടിക്ക് കളമൊരുക്കി സജ്ജരായിരിക്കുന്ന ഇന്ത്യൻ സൈന്യം ഓപ്പറേഷനായി കളത്തിൽ ഇറങ്ങുന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 26 ഇന്ത്യൻ പൗരന്മാരുടെ ജീവൻ കൊത്തിപ്പറിച്ചെടുത്ത ഭീകരാക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീർ ബോർഡറിൽ അതിശക്തമായ പ്രതിരോധങ്ങൾ സൃഷ്ടിച്ച സൈന്യം ചോരക്കളിക്ക് ചുക്കാൻ പിടിച്ച ലഷ്കർ-ഇ തോയ്ബയുടെ തലമൂത്ത ഭീകരന്മാരിൽ ചിലരെ കൊന്നൊടുക്കുകയും കാശ്മീരിലെ അവരുടെ ടെന്റുകൾ പലതും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തുവെങ്കിലും ചാടിക്കേറി തിരിച്ചടിക്കാതെ ഇന്ത്യ എന്തിനു വേണ്ടിയാണ് ഓങ്ങി ഒരുങ്ങുന്നത് എന്ന് മനസ്സിലാക്കാതെയും ഇന്ത്യയുടെ നീക്കങ്ങൾ എന്തെന്ന് അറിയാതെ പാകിസ്ഥാൻ കടുത്ത വിഭ്രാന്തിയിൽ നാക്കുകൊണ്ട് അണ്വായുധം പൊട്ടിച്ച് സംതൃപ്തി അടയുകയും ഇന്ത്യ പേടിച്ചിരിക്കുന്നുവെന്ന് വീരസ്യം പറഞ്ഞ് വിഡ്ഢിച്ചിരിക്കുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ തീവ്രവാദ രാഷ്ട്രത്തിന്റെ മർമ്മത്ത് തന്നെ ശക്തമായ പ്രഹരം നൽകാൻ ഇന്ത്യൻ ആർമി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. നിരോധിത ലഷ്കർ-ഇ തോയ്ബയുടെ പ്രതിനിധിയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന അവകാശപ്പെടുന്ന തീവ്രവാദി കൂട്ടങ്ങൾ നടത്തിയ ചോരക്കളിക്ക് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാന്റെ പങ്കാളിത്തം ഉറപ്പായിരിക്കെ നിർണായകമായി പ്രതികരിക്കാൻ പ്രധാനമന്ത്രി മോദി സായുധ സേനയെ അധികാരപ്പെടുത്തിയിരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യമായി ഇനിയും രൂപീകൃതമാക്കാത്ത പലസ്തീന്റെ തണലിൽ കഴിയുന്ന ഹമാസ് എന്ന ഭീകര സംഘത്തെ ഇസ്രായേൽ നേരിട്ടതുപോലെ പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കാൻ എന്താണ് ഇന്ത്യ ഇത്ര പേടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുടെ വായ്ത്താരികൾ കേട്ട് ഇളകാതെ അങ്ങേയറ്റം സൂക്ഷ്മമായി റിവഞ്ച് ഓപ്പറേറ്റ് ചെയ്ത് ഇന്ത്യ 2016-ലും 2019-ലും നടത്തിയതിനേക്കാൾ വലിയ സൈനിക നീക്കത്തിനാണ് ഇപ്പോൾ കളം ഒരുക്കിയിരിക്കുന്നത്. കാശ്മീരിൽ ശക്തമായ തെരച്ചിലുകൾ നടത്തി ഭീകരത്താവളങ്ങൾ ഓരോന്നായി ഇല്ലാതാക്കിയും ഭീകരബന്ധമുള്ളവരെ മുഴുവൻ കസ്റ്റഡിയിലെടുത്തും സിന്ധു നദീ കരാർ അടക്കം പാകിസ്ഥാനുമായിട്ടുണ്ടായിരുന്ന കരാറുകൾ മുഴുവൻ ഇല്ലാതാക്കിയും ചലിക്കാനാകാത്ത അവസ്ഥയിൽ പാകിസ്ഥാന്റെ പ്രതിരോധ ശ്രമങ്ങളുടെ പഴുതടച്ചുള്ള നീക്കങ്ങൾക്കാണ് ഇന്ത്യ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതിന്റെ മുന്നോടിയായിട്ടാണ് വികാരപരമായി പ്രതികരിക്കുന്ന ബുദ്ധിശൂന്യരായ തീവ്രവാദികളുടെ ആയുധങ്ങളെ വിവേകവും ബുദ്ധിയും അടങ്ങിയ നീക്കങ്ങൾ കൊണ്ട് ഇന്ത്യ കൃത്യമായി പ്രതിരോധിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സായുധ സേനകൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയുമാണ്. കാടടച്ച് വെടിവെക്കുന്ന ആക്രമണ രീതികൾക്കപ്പുറത്ത് തിരിച്ചടികൾക്ക് അവലംബിക്കുന്ന രീതി, കൈവരിക്കേണ്ട ലക്ഷ്യങ്ങൾ, തിരിച്ചടിക്ക് യോജിച്ച സമയം എന്നിവ കൃത്യമായി മാനേജ്മെന്റ് വൈദഗ്ധ്യത്തോടെ തീരുമാനിക്കാനും അത് പ്രാവർത്തികമാക്കുവാനുമുള്ള നിർദ്ദേശവും പടക്കളത്തിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യവുമാണ് പ്രധാനമന്ത്രി സായുധ സേനയ്ക്ക് നൽകിയിരിക്കുന്നത്. ഭീകരതയെ ശക്തമായി നേരിടുക എന്നത് നമ്മുടെ ദേശീയ ദൃഢനിശ്ചയമാണ് എന്നും ഇന്ത്യൻ സായുധ സേനയുടെ പ്രൊഫഷണൽ കഴിവുകളിൽ തനിക്ക് പൂർണ്ണമായ വിശ്വാസമാണ് എന്നും നമ്മുടെ പ്രതികരണത്തിൻ്റെ രീതി, ലക്ഷ്യങ്ങൾ, സമയം എന്നിവ തീരുമാനിക്കാൻ സൈന്യത്തിന് പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയപ്പോൾ ഇന്ത്യൻ ആർമിയുടെ പ്രൊഫഷണൽ സമീപനങ്ങളിൽ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സൈനിക ജനറൽമാരും രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകിയിരിക്കുകയാണിപ്പോൾ. 2019 ഫെബ്രുവരിയിലെ പുൽവാമ ആക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും മോശമായ പഹൽഗാം സംഭവത്തിൽ 30ഓളം സാധാരണക്കാരെ കൊലപ്പെടുത്തിയ തീവ്രവാദികൾക്കെതിരായി കനത്ത തിരിച്ചടികൾ നൽകാനുള്ള സൈനിക നടപടിക്കാണ് പ്രധാനമന്ത്രിയുടെ സന്ദേശം പച്ചക്കൊടി കാട്ടുന്നത് എന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ പാകിസ്ഥാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര ക്യാമ്പുകളിൽ കൃത്യമായ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. തിരിച്ചടി ഉറപ്പായപ്പോൾ പാകിസ്ഥാന്റെ സൈനിക കമാൻഡർ ഒളിവിൽ പോയെന്ന വാർത്തകൾ പ്രചരിക്കുന്നതിനിടെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറിയായ അന്റോണിയോ ഗുട്ടേറസ് അദ്ദേഹത്തോട് പാകിസ്ഥാൻ വിളിച്ച് മധ്യസ്ഥത വഹിക്കണമെന്നും ഇന്ത്യയോട് ചർച്ച നടത്തണമെന്നും പാക് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഗുട്ടറസിന്റെ അനുനയ നീക്കങ്ങൾ ഇന്ത്യ തള്ളിക്കളഞ്ഞിരിക്കുകയാണിപ്പോൾ. ഇന്ത്യയുടെ ആത്മാവിന് മുറിവേൽപ്പിച്ച ഭീകര ശക്തികളെ ഇല്ലാതാക്കാൻ ഇന്ത്യ മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അതിനോട് യോജിച്ച നിലപാടുകളാണ് പ്രതിപക്ഷമായ കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുള്ളത് എങ്കിലും ആത്മാർത്ഥത ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് എന്ന് പറയാതെ തരമില്ല. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് പുറത്തിറക്കിയ പോസ്റ്റ് ഇപ്പോൾ പാകിസ്ഥാനിലെ തീവ്രവാദി നേതാക്കന്മാർ വ്യാപകമായി പ്രചരിക്കുന്നത് തന്നെയാണ് ഇതിന് ഉദാഹരണം. ഏതായാലും ഇന്ത്യ ഒന്ന് തീർപ്പാക്കിയിരിക്കുകയാണ്. തീവ്രവാദികളുടെ വേരുകൾ തന്നെ മാന്തിയെടുത്ത് ചാമ്പലാക്കുവാൻ തന്നെയാണ് ഇന്ത്യ മഹാരാജ്യം ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുന്നത്.